ഇതൊക്കെ കേൾക്കുമ്പം അവരോട് സമരം ചെയ്യാതെ, യുദ്ധം ചെയ്യാതെ, ആ സങ്കടങ്ങളൊക്കെ നിന്നെ എത്തിച്ചത് ദൈവത്തിലേക്കാണോ, ദൈവത്തിൽ ആശ്രയിക്കാനാണോ പഠിപ്പിച്ചത്? നിന്നെ ഉപേക്ഷിച്ചവരുടെ കണ്ണ് തള്ളിപ്പോവും. സ്തംഭിച്ചു പോയെന്ന് എഴുതിയിരിക്കുന്നേ. അവർക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. വാ ഒട്ടിച്ചു വച്ചോലായിപ്പോയി, ചുണ്ട് ഒട്ടിച്ചു വച്ചോലായിപ്പോയി. അയ്യടാന്നായിപ്പോയി എന്ന് പറയില്ലേ, അയ്യടാന്നായിപ്പോയി എന്ന്, അതുപോലെ ആയിപ്പോയി. സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചില്ല ജോസഫ് ഇങ്ങനെ കയറി വരും. നമ്മൾ തള്ളിക്കളഞ്ഞവരെ ചിലപ്പോൾ നാളുകളിൽ അവരുടെ മുമ്പിൽ തള്ളിക്കളഞ്ഞ അതിന് മുന്നിൽ നിന്നവർ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു അനുഭവം പറയാനുണ്ട്. ഒരു വീട്ടിലെ 3 മക്കളിൽ ഒരാൾ അപ്പനെപ്പോഴും പറയും, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, മറ്റു 2 പിള്ളേരും എടുക്കരാ, നീ എങ്ങനെ ഇങ്ങനെ ജനിച്ചു, നിനക്കൊരു കഴകത്തില്ല. ഈ കഴകത്തില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിൽ ഭയങ്കര ദുഃഖമാണ്. ഇങ്ങനെ കേട്ട് 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 മനസ്സ് മുറിഞ്ഞ ഒരാളാണ്. അപ്പോൾ അവനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ മാറിയിരുന്ന് കരയും. പക്ഷെ അവന് മാത്രമാണ് നല്ലൊരു ജോലി കിട്ടിയത്. ഇപ്പോൾ 2 സഹോദരന്മാർക്കും ഇവൻ്റെ അത്രയും ജോലിയോ സാലറിയോ ഒന്നുമില്ല. ഇപ്പോൾ വീടിൻ്റെ മെയിൻ ആളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവൻ്റെ സഹോദരൻ ഒരാൾക്ക് പുറത്തോട്ട് പോകണം. കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ ചോദിച്ചത് ആരോടെന്നറിയോ? ഇവനോട്, അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ എനിക്ക് കടം തരാമോ എന്ന് സഹോദരൻ ചോദിക്കുക. അതായത് ആ മനുഷ്യൻ ജീവിതത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അപ്പം പോലും എന്നെ കഴകത്തില്ലാത്തവൻ, ആ മണ്ടന, ഇവനെ കൊണ്ട് ഒരു ഗുണമില്ല, ഇവനെ കൊണ്ട് എങ്ങനെ പെണ്ണ് കെട്ടിക്കാനാ എന്ന് ചിന്തിച്ച് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തിൽ ആശ്രയിക്കുമായിരുന്നു. അതാണ് എനിക്ക് എല്ലാവരുടെയും, അതേ സഹോദരങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. അവന് കിട്ടിയ ജോലി ഓർത്ത്, അവനിപ്പോൾ കിട്ടുന്ന സാലറി ഓർത്ത്, അവൻ്റെ ജീവിതത്തിൽ നടന്ന വിവാഹത്തെ ഓർത്ത്, എല്ലാ ഈ സഹോദരങ്ങൾ, അപ്പനടക്കം ഉള്ളിൽ ഒരു ഞെട്ടലുണ്ട്, ഒരു ഞെട്ടൽ. ഈ ദൈവം അനുഗ്രഹിക്കുമ്പോണ്ടല്ലോ, നമ്മളെ അടുത്തറിയാവുന്നവർക്കൊരു ഞെട്ടലുണ്ട്. ഇതെങ്ങനെ നേടിയെടുത്തു, ഇതെങ്ങനെ സംഭവിച്ചു? ജോസഫ് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട് ഭരണാധികാരിയുടെ കസേലയിൽ ഇരിക്കുമ്പോൾ ജോസഫ് പറഞ്ഞ്, നിങ്ങളാ തള്ളിക്കളഞ്ഞ ജോസഫാണ് ഞാൻ. അവർ സ്തംഭിച്ചു പോയി. എഴുതിയിട്ടുണ്ട്, അവർക്ക് പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ലെന്ന്. വീരശൂര പരാക്രമികളായിരുന്നു, വില്ലന്മാരായിരുന്നു.